അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ഏറെ സ്നേഹമുള്ള പഠിതാക്കളെ, തിരുവനന്തപുരം ജില്ല വിസ്ഡം യൂത്തിന്റെ നേതൃത്വത്തിൽ ഹിസ്നുൽ മുസ്ലിം എന്ന ഒരു പുതിയ പഠനം നമ്മളിവിടെ തുടങ്ങി വെക്കുകയാണ്. ഓരോ ദിവസത്തിലും ഒരു പ്രാർത്ഥന പഠിക്കുക, അങ്ങനെ 30 ദിവസം 30 പ്രാർത്ഥനകൾ പഠിക്കുക എന്നതാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു അത് പൂർത്തീകരിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. പഠിച്ച കാര്യങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഭാഗമാക്കാനുള്ള തൗഫീക്ക് റബ്ബ് നൽകി അനുഗ്രഹിക്കട്ടെ. ദുനിയാവിലും ആഖിറത്തിലും ഖൈർ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. സമ്പത്ത്, പാർപ്പിടം, നല്ല കുടുംബം, ഇതൊക്കെ ദുനിയാവിന്റെ സൗകര്യങ്ങളാണ്. ആഖിറത്തിൽ അതുപോലെ തന്നെ റബ്ബിന്റെ സ്വർഗത്തിലെത്തുക, സ്വർഗീയ ആനന്ദങ്ങൾ അത് ആസ്വദിക്കാൻ കഴിയുക, റബ്ബിന്റെ പ്രീതി, നമ്മുടെ പാപമോചനം, അങ്ങനെ ആഖിറവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പതിവാക്കിയ ദുനിയാവിലെയും ആഖിറത്തിലെയും ഖൈറുകൾ ചോദിച്ചിരുന്ന ഒരു പ്രാർത്ഥന, ആ പ്രാർത്ഥനയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. മഹാനായ ഖത്താദ റളിയല്ലാഹു തആല അൻഹു അനസ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി ധാരാളമായി പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന ഏതാണ്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് പ്രാർത്ഥനകൾ നിർവഹിച്ചിട്ടുണ്ട്. അതിൽ ധാരാളമായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നത് എന്തായിരുന്നു? അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല റസൂലുള്ളാഹിയുടെ ഖാദിം, അദ്ദേഹം പഠിപ്പിച്ചു കൊടുത്തത് അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ, അല്ലാഹുവേ, റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ദുനിയാവിലെ ഹസനത്തുകൾ, ദുനിയാവിലെ ഖൈറുകൾ, ഈ ലോകത്തുള്ള നന്മകൾ അല്ലാഹുവേ അത് നീ നൽകണമേ. അതുപോലെ തന്നെ പരലോകത്തും ആഖിറത്തിലുമുള്ള നന്മകൾ അത് നീ ഞങ്ങൾക്ക് നൽകണമേ. നരകത്തെ തൊട്ട്, നരകശിക്ഷയെ തൊട്ട് കാത്തു രക്ഷിക്കുകയും ചെയ്യണമേ. ഇപ്പൊ 3 കാര്യങ്ങളാണ്: ദുനിയാവിലെ ഖൈറ്, ആഖിറത്തിലെ ഖൈറ്, നരകത്തെ തൊട്ടുള്ള രക്ഷ. ഇത് 3ഉമാണല്ലോ നമുക്ക് ലഭിക്കേണ്ടത്. ദുനിയാവിലെ ഖൈറുണ്ടാകണം, ആഖിറത്തിൽ നമുക്ക് നന്മകൾ ഉണ്ടാകണം, അതോടൊപ്പം നരകത്തിൽ എത്തിപ്പെടരുത്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നത് ഈ പ്രാർത്ഥനയായിരുന്നു. ഇനി മറ്റു വല്ല പ്രാർത്ഥനകളും അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ കൂടെ ഈ പ്രാർത്ഥന കൂടെ മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു നിർവഹിക്കാറുണ്ടായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മെലിഞ്ഞ അവശനായ ഒരു വ്യക്തിയെ കണ്ടപ്പോൾ നിങ്ങൾ എന്താണ് പ്രാർത്ഥിക്കാറുള്ളത് എന്ന് ചോദിച്ച ആ സമയത്ത് ആ മനുഷ്യന്റെ മറുപടി അഖൂലു അല്ലാഹുമ്മ മാ കുൻത മുആഖിബി ബി ഫിൽ ആഖിറ ഫഅജ്ജിൽഹു ലി ഫിദ് ദുനിയ. അല്ലാഹുവേ, നീ എനിക്ക് പരലോകത്ത് വല്ല ശിക്ഷയും അത് ഉദ്ദേശിക്കുന്നുവെങ്കിൽ അത് ഇഹലോകത്ത് തന്നെ റബ്ബേ എനിക്ക് വിധിക്കണമേ എന്നതാണ് ആ മനുഷ്യൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, നിങ്ങൾ അങ്ങനെ പറയരുത്, ഒരിക്കലും അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കരുത്. പകരം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? അല്ലാഹുമ്മ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഈ പ്രാർത്ഥന നമ്മൾ പഠിക്കുക, നമ്മുടെ ജീവിതത്തിന്റെ ശീലമാക്കുക. ദുനിയാവിലും ആഖിറത്തിലും ഖൈറുകൾ നമ്മൾ റബ്ബിനോട് ചോദിക്കുക. അല്ലാഹു ഇരു ലോകത്തും നമുക്ക് ഖൈർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം ഈ പ്രാർത്ഥന പഠനത്തിന്റെ ഈ ഒരു നന്മ അത് മറ്റുള്ളവരിലേക്ക് കൂടെ, നമ്മുടെ കുടുംബക്കാരിലേക്ക്, നമ്മുടെ പരിചയക്കാരിലേക്ക് കൂടെ നമ്മൾ കൈമാറുക. അല്ലാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.